ഇപ്പോഴത്തെ കാലത്ത് ഡിജിറ്റൽ ID, AI ഇതിനെയൊക്കെ ജനം ഭയക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. സത്യത്തിൽ ഇതൊക്കെയാണോ ആൻറ്റി ക്രൈസ്റ്റ്? ഇന്ന് പലരും ഈ ദൈവനാമം പ്രഘോഷിക്കുന്നവർ പോലും അതാണ് ആൻറ്റി ക്രൈസ്റ്റ് എന്നും പറഞ്ഞ് അതിൻ്റെ പുറകെ അതിനെക്കുറിച്ചൊരു പഠനമൊക്കെ നടത്തി പോകുന്നത് കാണാവേ. ഈ ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറയുമ്പോൾ എതിർ ക്രിസ്തു, അതായത് ക്രിസ്തു എന്ന സ്ഥാനത്തിന് ക്രിസ്തുവിന് പകരക്കാരനായി വരുന്ന ക്രിസ്തു, ആ സ്ഥലത്തും എതിർ ക്രിസ്തു, ക്രിസ്തുവിനെ എതിർത്തുകൊണ്ട് മറ്റൊരു ക്രിസ്തു, അതാണ് ആൻറ്റി ക്രൈസ്റ്റ്. അതാണ് ഈശോ പറഞ്ഞത്, എൻ്റെ നാമത്തിൽ പലരും വരും, അവിടെ ഇവിടെയാണെന്ന് പറഞ്ഞ് പലരും വരും, നിങ്ങൾ അവരാരെയും വിശ്വസിക്കേണ്ടെന്ന് പറയുന്നത് ഈശോ അതാണ്. അന്തിക്രിസ്തുവിൻ്റെ കാലം. ഈ ആൻറ്റി ക്രൈസ്റ്റ് AI ആണെന്ന് നിങ്ങൾ പറയുകയും ചിലർ പറയുന്നു, എല്ലാവരുമല്ല, യോഹന്നാൻ ശ്ലീഹ മുതലേ ആൻറ്റി ക്രൈസ്റ്റിന് എതിർ ക്രിസ്തു, അന്തിക്രിസ്തു ഇപ്പം തന്നെ അത് വ്യാപകമാണ് എന്നാണ് പറയുന്നത്. അതായത് വ്യാജപ്രവാചകന്മാരെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് വചനത്തിൽ തന്നെ കാണാൻ കഴിയും. അവിടെ വ്യാജപ്രവാചകന്മാരെ ഉദ്ധരിച്ചുകൊണ്ടാണ് ആൻറ്റി ക്രൈസ്റ്റ് എന്ന് വിശുദ്ധരായ ശിഷ്യന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. അതായത് യോഹന്നാൻ ശ്ലീഹയുടെ കാലഘട്ടം മുതലേ ഇത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ AI വന്നെങ്കിൽ AI അതിൻ്റെ ജോലി ചെയ്തോളൂ, അത് അതിൻ്റെ വഴിക്ക് പൊയ്ക്കോളും. അത് നിൻ്റെ വിശ്വാസത്തിൽ കടന്നിട്ട് ഞാൻ ക്രിസ്തു ആണെന്ന് പറഞ്ഞ് നിങ്ങൾ ആരെയും വഴിതെറ്റിക്കാതെ വരുന്നില്ല. അതതിൻ്റെ പാട്ടിൻ്റെ പൊക്കട്ടെ. ഒരു മനുഷ്യൻ്റെ ആത്മാവ് മനുഷ്യൻ്റെ ആത്മാവ് ദൈവത്തിലോട്ട് തിരിയുന്നു. അതവൻ്റെ ജീവനുള്ളിടത്തോളം കാലം അവൻ ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളത് അവൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. അതെപ്പോഴും ജീവനുള്ള ശരീരം ദൈവത്തെ അന്വേഷിക്കും. മറ്റത് വെറും ഒരു കമ്പ്യൂട്ടറൈസ്ഡ് മെഷീൻ മാത്രം, അത് ജനറൽ നോളജിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതൊരു വസ്തു മാത്രമാണ്. അതിനെ പോയി ക്രിസ്തു ആൻറ്റി ക്രൈസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ജനം, ഈ പെന്തക്കോസ്ത് കൂട്ടായ്മയിലുള്ളവരാണ് ഇതിനൊക്കെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. കാരണം അവരാണ് ആദ്യമേ എതിർ ക്രിസ്തു, അന്തിക്രിസ്തു, ചിപ്പ് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങിയത്. കാരണം കള്ളനെ കണ്ടുപിടിക്കാതിരിക്കണമെങ്കിൽ കള്ളൻ എന്ത് ചെയ്യും? ആടിൻ്റെ വേഷം ധരിച്ച് വരും. അങ്ങനെ ചെയ്യുന്ന ഒരു സമുദായമാണ് അവരിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവരെ കണ്ടുപിടിക്കാതിരിക്കണമെങ്കിൽ അവർ അത് ചെയ്യും. മറ്റുള്ളതിനെല്ലാം അന്തിക്രിസ്തു എന്ന് പറഞ്ഞുകൊണ്ട് വരും. കാരണം യഥാർത്ഥ അന്തിക്രിസ്തു അവരാണെന്ന് നമുക്ക് ചില അടയാളങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. കാരണം ക്രിസ്തുവിൻ്റെ കൂദാശകളെ ഇല്ലാതാക്കിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് മറ്റൊരു ക്രിസ്തു രൂപം കൊള്ളുന്നു. അതിനെയാണ് നമ്മൾ എതിർക്കേണ്ടത്. സത്യത്തിൽ നിന്നുകൊണ്ട്, സഭയിൽ നിന്നുകൊണ്ട് നമ്മൾ എതിർക്കേണ്ട ഈ എതിർ ക്രിസ്തുവിനെയാണ്. അത് ദൈവത്തോട് പ്രാർത്ഥിച്ച് ആ കൃപ കിട്ടാൻ നിങ്ങൾ യേശുവോട് യാചിക്കുക. അവിടെയാണ് നമുക്ക് ജ്ഞാനം ആവശ്യം. അതായത് ജനങ്ങൾ ദൈവിക കാര്യങ്ങൾ വിട്ടിട്ട് ലൗകിക കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തുമ്പോഴാണ് ഈ ഒരു മിസ്റ്റേക്ക് പറ്റുന്നത്. കാരണം വചനം അനുസരിച്ച് ക്രിസ്തുവിനെതിരെ പ്രവർത്തിക്കുന്ന എല്ലാം ആൻറ്റി ക്രൈസ്റ്റാണ്, എതിർ ക്രിസ്തു. അതായത് ക്രിസ്തുവിനെ നശിപ്പിക്കുക, ക്രിസ്തു നാമം ഇല്ലാതാക്കുക, അങ്ങനെ ഉണ്ടാകുന്ന എല്ലാം, അതിപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും വരാം. അത് മനസ്സിലാക്കുക. അത് ഒരു വ്യക്തിയിൽ നിന്ന് ക്രിസ്തുവിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഈ ആൻറ്റി ക്രൈസ്റ്റ്. അത് പല രീതിയിലും വരാം. അപ്പോൾ നമ്മൾ ഈ ലൗകിക കാര്യങ്ങളിലല്ല ശ്രദ്ധ. നമുക്ക് വേണ്ടത് വേണം, ശ്രദ്ധ വേണ്ടെന്നല്ല, സൂക്ഷിക്കണം, എല്ലാ മേഖലയും സൂക്ഷിക്കണം. പക്ഷേ നമ്മൾ ഈ യൂട്യൂബിലൊക്കെ ഈ ആളുകൾക്ക് എന്താ പറയുക, ഒരുപാട് ആളുകൾ കാണാനും അല്ലെങ്കിൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിന് ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് ലൗകിക ചിന്തയിലോട്ട് പോകുന്നവർക്ക് എന്തെങ്കിലും ടോപ്പിക് ഇട്ട് കൊടുക്കാനുള്ളതല്ല കർത്താവിൻ്റെ വചനങ്ങൾ. നമ്മൾ വളരെ ശ്രദ്ധയോടും ജാഗ്രതയോടും നിരീക്ഷിക്കേണ്ട അല്ലെങ്കിൽ വീക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു മേഖല എന്ന് പറയുന്നത്. എന്തെങ്കിലും ആയി തോന്നുന്ന പറയുകയല്ല വേണ്ടത്. ദൈവിക കാര്യങ്ങൾ, അതായത് ക്രിസ്തുവിന് വിരോധമായി വരുന്നതിനെ നമ്മൾ ചെറുക്കുക. അവിടെയാണ് അന്ത്യക്രിസ്തുവിൻ്റെ പ്രവൃത്തികളും തുടങ്ങുന്നതും കാണുന്നതും. അതിനെ നമ്മൾ ദൈവവചനം ഉപയോഗിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയോടും പരിശുദ്ധ സഭയോടും പരിശുദ്ധ ബലിയോടും ചേർന്നുകൊണ്ട് തിന്മകൾക്കെതിരെ, അതായത് അന്ത്യക്രിസ്തുവിൻ്റെ പ്രവൃത്തികൾക്കെതിരെ നമ്മൾ പോരാടുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ആമേൻ.